നമ്മുടെ മീഡിയ ഇതിലുള്ള ഓൾ ഇന്ത്യ. ഓക്കെ ആണോ? നീ തലമാറ്റാൻ നല്ല വർക്ക് ചെയ്യാൻ പറ്റും. ചരിത്രപ്രധാനമായ വിധിയെഴുത്താണ് നാളെ കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 9 മറ്റന്നാൾ. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചുവരും. കേരളം മുഴുവൻ അതിശക്തമായ UDF തരംഗമാണ്. ഈ സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. ഇവർ സർക്കാരില്ലായ്മയായിരുന്നു ഇവരുടെ മുഖമുദ്ര. കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും ഇവർ തികഞ്ഞ പരാജയമായി മാറി. കേരളത്തിന്റെ ധനസ്ഥിതി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പരിതാപകരമാക്കി ഇവർ മാറ്റി. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. കാർഷിക മേഖല തകർത്തു. നെല്ല് സംഭരണം പാളി. റബ്ബറിന് പ്രകടന പത്രികയിൽ ഉറപ്പുകൊടുത്ത 280 രൂപ ചെയ്തില്ല. ഇവരിപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയെ സഹായിച്ചു എന്നാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിലെ 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 1 രൂപ ചെലവാക്കിയില്ല. 40 രൂപ മണ്ണെണ്ണയ്ക്ക് പൊതുവിപണിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പോൾ പൊതുവിപണിയിൽ 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്. ആ 25 രൂപ ഇവർ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, 25 രൂപ കൊടുക്കുന്നില്ല. മലയോരത്ത് വലിയ സങ്കടങ്ങളാണ്. കാരണം വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പരമ്പരാഗതമായ രീതിയോ ആധുനികമായ സങ്കേതങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നിസ്സംഗരായിരിക്കുന്ന ഒരു സർക്കാരാണ്. വൈദ്യുതി ബോർഡ് ഭീമമായ കടത്തിലാണ്. 50,000 കോടിയോളം രൂപ കടത്തിലാണ്. അത് മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ 12 മാസമായി അത് തുടരുകയാണ്. ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഒരു തരത്തിലും ഇടപെടാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ സർക്കാർ ഇല്ലായ്മ എന്ന് പറഞ്ഞത്. മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സർക്കാർ ഏജൻസികൾ തികഞ്ഞ പരാജയമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള 3 സുപ്രധാന നേതാക്കന്മാർ ജയിലിൽ പോയി. CPMന്റെ ഹൈക്കോടതി പറഞ്ഞത് ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പം അത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടികൾ നേടിയെന്നാണ്. എന്നിട്ട് അതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പിലുണ്ടാക്കി വെച്ചു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത നേതാക്കൾക്കെതിരായി അച്ചടക്ക നടപടിയെടുക്കാൻ ഈ പാർട്ടി തയ്യാറായില്ല. അവർക്ക് പൂർണ്ണമായി കുടപിടിച്ചു കൊടുക്കുകയായിരുന്നു പിണറായി ഭരണം. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലും കവർച്ചയാണ് നടന്നത്. കവർച്ച അയ്യപ്പന്റെ പേരിൽ 2 പ്രാവശ്യമാണ് തുടർച്ചയായി. അവിടെ സ്വർണം മോഷ്ടിച്ചത് കൂടാതെ അയ്യപ്പ സംഗമത്തിന്റെ പേരിലും കൊള്ളയാണ് അവിടെ വ്യാപകമായി നടന്നത്. കോവിഡ് കാലത്ത് അതിനുശേഷവും മരുന്ന് വാങ്ങിക്കുന്നതിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തി കോടികളാണ് കൊള്ളയടിച്ചത്. ഏറ്റവും പ്രയാസം നിറഞ്ഞ സമയങ്ങളിലാണ് മനുഷ്യരെ കൊള്ളയടിച്ചത്. അവർക്ക് ഒരു വികസനവും മുന്നോട്ട് വയ്ക്കാനില്ല. വിഴിഞ്ഞം തുറമുഖമാണ് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വികസന കാര്യം. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുഴുവൻ അനുമതികളും മേടിച്ച് എഗ്രിമെന്റ് വെച്ച് തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കൌണ്ട് ഡൌൺ തുടങ്ങിയ പദ്ധതിയാണ്. അത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണെന്നും കടൽ കൊള്ളയാണെന്നും ആക്ഷേപിച്ച പിണറായി വിജയനാണ് ഇന്ന് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പറഞ്ഞ ആള് വ്യവസായ മന്ത്രിയായി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുക. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഹൈവേയുടെ റീലിട്ട് നടന്നു. അവസാനം ഹൈവേ 150 സ്ഥലത്ത് പൊളിഞ്ഞു വീണപ്പോ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ഹൈവേയുടെ കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു, കൊച്ചി മെട്രോ കൊണ്ടുവന്നു. ഇവര് 2016 മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ വന്നാൽ കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ കൊണ്ടുവരാൻ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും തയ്യാറാക്കാൻ പറ്റാത്ത കഴിവുകെട്ട ഗവൺമെന്റാണ് കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചത്. ഇവരുടെ കാലത്ത് എടുത്തു പറയത്തക്ക ഒരു വിശേഷണവും ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടായിട്ടില്ല.
കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും തകർത്തു. വിദ്യാഭ്യാസ മേഖല വ്യാപകമായി തകർന്നു. മുഖ്യമന്ത്രി പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരികയാണ്. 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയ്ക്കാണെന്ന് വാക്കുകൊടുത്തില്ലേ? ആ പാവങ്ങളെ കബളിപ്പിച്ചല്ലേ വോട്ട് മേടിച്ചത് 2021. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. അപ്പോഴും 2000 ആയിട്ടുള്ളൂ. റബ്ബറിന് 250 രൂപയാക്കാം എന്ന് പറഞ്ഞ് റബ്ബർ കർഷകരെ കബളിപ്പിച്ചു ഈ സർക്കാർ. തീരദേശത്ത് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. കാസർഗോഡ് പാക്കേജ്, വയനാട് പാക്കേജ്, ഇടുക്കി പാക്കേജ്, ഒന്നിനും പൈസ ചെലവാക്കിയില്ല. എല്ലാം ആളുകളെ കബളിപ്പിക്കുന്നതായിരുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു. പ്രഖ്യാപനങ്ങളല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നടന്നില്ല. 1,10,000 കോടി രൂപ കിഫ്ബിയിൽ ചെലവാക്കിയെന്ന് പറഞ്ഞു. 38,000 കോടിയാണ് 5 കൊല്ലം 6 കൊല്ലം കൊണ്ട് ചെലവാക്കിയത്, 7 കൊല്ലം കൊണ്ട് ചെലവാക്കിയത്. അത് 7 കൊല്ലത്തെ ബജറ്റിൽ നിന്നുള്ള തുകയാണ് 30,000 കോടി. അതെന്താ ഇത്ര പ്രത്യേകത? ഇതില്ലായിരുന്നെങ്കിലും PWD ഇറിഗേഷനും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഈ വർക്കുകൾ ചെയ്യുമായിരുന്നു. 8,000 കോടി രൂപയുടെ ബാധ്യത കിഫ്ബിക്കുള്ളത് സർക്കാരിന്റെ തലയിലാണ്. സർക്കാരാണ് ആ ബാധ്യത തീർക്കേണ്ടത്, സോവറിൻ ഗ്യാരണ്ടി. പിന്നെ എന്താണ് ഇവരുടെ വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നത് എന്താണ്? മാത്രമല്ല ഇപ്പൊ ഡീലാണ് എല്ലാവരുമായി. മുഖ്യമന്ത്രി പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഞാൻ ആ വാക്കുപയോഗിക്കുന്നില്ല. അതേ RSSുമായി ഡീലുണ്ടാക്കി, ഒരു വശത്ത് മറുവശത്ത് SDPI ഉണ്ടാക്കി, PDPI ഉണ്ടാക്കി. എല്ലാ വർഗീയവാദികൾ വാദം പറയുന്ന എല്ലാവരുമായും സന്ധി ചെയ്ത ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം നുണകൾ ആവർത്തിക്കുകയാണ്. നുണകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞു. ഒരു ബന്ധം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞത്. രണ്ടാമത് RSSുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിനും മനോരമ ന്യൂസുമായി നടത്തിയ അഭിമുഖ സംഭാഷണം, ജോണി ലൂക്കോസുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ RSSുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. നുണയല്ലേ പറഞ്ഞത് 2 കാര്യത്തിലും? പിന്നെ പറഞ്ഞു 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് വലിയ നുണ പറഞ്ഞു മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം തന്നെ അംഗീകരിച്ച, അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അംഗീകരിച്ച 2016 ധവളപത്രം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ആ തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രത്തിൽ കൃത്യമായി 3 മാസം സാങ്കേതിക തകരാറ് മൂലമാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ 18 മാസം പെൻഷൻ മുടങ്ങിയത് അദ്ദേഹം കള്ളം പറഞ്ഞു. ഞാൻ 4,43,000 വീട് 5 കൊല്ലം കൊണ്ട് UDF കാലത്ത് പണിതു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 4,000 വീട് പണിതുള്ളെന്ന് പറഞ്ഞു. പച്ചക്കള്ളമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ യമണ്ടൻ നോണ പറഞ്ഞു. മന്ത്രി AK ബാലന്റെയും മന്ത്രി ജലീലിന്റെയും അസംബ്ലിയിൽ തന്ന റിപ്പോർട്ട് ഞാൻ ഹാജരാക്കി. 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ടാണ്. അന്ന് പണി തുടങ്ങിയ 50,000 വീടും കൂടി കൂട്ടിയിട്ടാണ് ഇവർ 5 ലക്ഷം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവരുടെ കാലത്ത് 4.5 ലക്ഷം വീട് 10 കൊല്ലം കൊണ്ട് പണിയുകയും ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് പൂർത്തിയാക്കുകയും 50,000 വീടിന് തുടക്കമിടുകയും ചെയ്ത്. അപ്പൊ ആരാണ് ഭവന നിർമ്മാണ പദ്ധതി ഏറ്റവും നന്നായി നടപ്പാക്കിയത്? അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അവര് പ്രതിസന്ധിയിലാണ്. ഈ ഗവൺമെന്റിന്റെ സർക്കാരില്ലായ്മയും അഴിമതിയും ശബരിമലയിൽ നടന്ന കൊള്ളയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വയനാട് കോൺഗ്രസ് പറഞ്ഞ രണ്ടാമത് മേടിച്ചു എന്ന് പറഞ്ഞ ഭൂമി അതെവിടെയാണ്? KPCC പ്രസിഡന്റാണ് പറഞ്ഞത്. അത് രജിസ്ട്രേഷൻ ആവുമ്പോ അത് പറയും എവിടെയാണ് ഭൂമി. അതൊക്കെ പറയും. രജിസ്ട്രേഷൻ ആവുമ്പോ പറയും. അല്ല, അതല്ല, രജിസ്ട്രേഷൻ ആവുമ്പോ പറയും. ഭൂമി കാണിച്ചു തരാം, കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വയനാട് ഉണ്ടാക്കിയത് ഒരു കഥയാണ്. ആ കഥ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി പറഞ്ഞുതരാം. രക്തസാക്ഷികളുടെ ഫണ്ട് പയ്യന്നൂരിൽ തട്ടിച്ചു. ഇന്നും കൂടി തെളിവ് വന്നിരിക്കുകയാണ്. 70 ലക്ഷം രൂപ സഹകരണ ജീവനക്കാർ കൊടുത്ത പൈസ കൂടി മുക്കി, കണക്കിൽ വന്നില്ല എന്ന് കുഞ്ഞകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പയ്യന്നൂരിൽ MLAക്കെതിരായി CPM നേതാക്കൾക്കെതിരായി പാവപ്പെട്ട പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു. അഭിമന്യുവിന്റെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണം വന്നു. തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ, രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണം വന്നു. വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ അത് ഫണ്ട് കട്ടെടുത്ത ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ നൽകി പാർട്ടിയിൽ. വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഈ രക്തസാക്ഷി ഫണ്ട് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചവരാണ് ശവംദീനികൾ. അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് വയനാട് കഥയായിട്ട് ഇറങ്ങിയത്.
അല്ല അതിനെന്താ കുഴപ്പം? പിരിച്ച പണം അല്ല, സ്ഥലം മേടിച്ച എന്താ കുഴപ്പം? സ്ഥലം മേടിക്കല്ലേ ചെയ്ത്, അതിനെന്താ? അല്ല, അതൊക്കെ കണക്ക് KPCC പ്രസിഡന്റ് തന്ന വീണ്ടും അതേ ചോദ്യം. നിങ്ങൾ കൈരളിയിൽ നിന്ന് വന്നിട്ട് എല്ലാ ദിവസവും അതേ ചോദ്യം ചോദിക്കേണ്ട. KPCC പ്രസിഡന്റ് പിരിച്ച പണത്തിന്റെ ബാങ്കിൽ അക്കൗണ്ട് ക്ലിയർ ആയിട്ട് അക്കൗണ്ട് ഷീറ്റ് തന്ന. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ചോദിച്ചു. ഇനി വേറെ ചോദ്യം പറ. ഉറപ്പായിട്ട് പറയും. അതായത് ഉറപ്പായിട്ട് നമ്മൾ അന്വേഷിക്കും. 742 കോടി രൂപ കളക്ട് ചെയ്തു. ഒരുപാട് സ്പോൺസർഷിപ്പ് കിട്ടി. 174 വീടാണ് ഇപ്പൊ പണിത്. 174 വീട്. അതിന്റെ തുക എന്ന് പറയുന്ന ഭീമമായ തുകയാണ് അതിനുവേണ്ടി ഇടവാക്കിയിരിക്കുന്നത്. ഈ വീട് പണിത് നടന്നിരിക്കുന്നതിൽ തന്നെ അവിടെ ആ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് കണക്കാക്കിയാൽ തന്നെ ഇത്രയും തുക വരില്ല. അപ്പോൾ ഈ വീട് പണിയിൽ ഊരാളുകളിലെ ഏൽപ്പിച്ച് നടന്ന വീട് പണിയിൽ വ്യാപകമായ അഴിമതി വീടിന്റെ കാര്യത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾ കല്ലിട്ടിട്ട് അവിടെ പണി തുടങ്ങിയില്ല എന്നാണ് ആരോപണം. പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ. അതിന്റെ തലേദിവസം ലീഗിന്റെ വീട് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ. ലീഗ് ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ട് ഇല്ലേ? പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് ആരും വീട്ടിൽ താമസിക്കുന്നില്ലല്ലോ. താമസത്തിനായിട്ടില്ല അവിടെ. അപ്പൊ ഞങ്ങൾ കല്ലിട്ടതിന് പണി പിറ്റേ ദിവസം തുടങ്ങിയില്ല എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുന്നവര് ഇവർ ഉദ്ഘാടനം ചെയ്ത് പിറ്റേ ദിവസം ആളുകളോട് താമസിക്കണ്ടേ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും, മനസ്സിലാക്കിയാൽ മതി. ഉറപ്പായി അന്വേഷിക്കും, ഉറപ്പായി അന്വേഷിക്കും. അതിലെ കൃത്രിമം മുഴുവൻ UDF സർക്കാർ വരുമ്പോൾ അന്വേഷിക്കും. മാത്രമല്ല, ഇത്രയും പൈസ ഞാനും കൂടി പൈസ കൊടുത്താണ്. 742 കോടി രൂപ ബാങ്കിൽ കിടക്കുകയാണ്. ചികിത്സാ സഹായം കൊടുക്കൂല പാവങ്ങൾക്ക്. അവിടെ 143 കുട്ടികൾ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് MLA മുൻകൈ എടുത്തിട്ടാണ് സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ട് അവർ പഠിക്കുന്നത്. പഠിക്കാനുള്ള ധനസഹായം പോലും ഗവൺമെന്റ് കൊടുത്തില്ല. പലർക്ക് റെന്റ് കൊടുത്തില്ല. ഇപ്പൊ പോലും 3 വാർഡിലെ എന്റെ നിയോജകമണ്ഡലത്തിൽ 2018 ദുരന്തം ഉണ്ടായപ്പോൾ 2000 വീട് തകരുകയും 3000 വീട് പാർഷ്യലി ഡാമേജ് ആവുകയും ചെയ്തു. വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഇതാകെ 3 പഞ്ചായത്ത് വാർഡിലുണ്ടായ 400 വീട് തകർന്നിട്ട് 174 ഇപ്പൊ ഉണ്ടാക്കിയുള്ളൂ. അതിന്റെ ലിസ്റ്റ് പോലും, വിക്ടിംസിന്റെ ലിസ്റ്റ് പോലും കൃത്യമായി ഇതുവരെ തയ്യാറാക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അപകടകരമായ മേഖലയിൽ താമസിക്കുന്ന ആളുണ്ട്. അവരോട് താമസിക്കരുതെന്ന് പറയാം, അവർക്ക് വീട് കൊടുക്കാതിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗുരുതരമായ ഒരു വിഷയമാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഒരു സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ പറയാം, 2018 ദുരന്തമുണ്ടായി. അതിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയി ആളുകളെ നമ്മൾ പുനരധിവസിപ്പിക്കുന്ന സമയത്ത് ആദ്യമായി അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് ആക്ഷേപം ഉന്നയിച്ചത് അന്ന് പറവൂർ MLA ആയ ഞാനാണ്. ഇന്ന് അതിനെ അടിവരയിട്ടുകൊണ്ടാണ് മന്ത്രി തന്നെ പറയാണ്. മന്ത്രി അന്നത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായ മാത്യു ടി തോമസിന് ഇതിന്റെ അകത്ത് നിർണായകമായ പങ്കുണ്ട്, പലരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഈ മന്ത്രി തന്നെ പറയുന്നതാണ് ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഗൌരവമായി അന്വേഷിക്കണം. 2 മന്ത്രിമാരും അടിയന്തരമായി രാജിവെക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 2 മന്ത്രിമാരും അടിയന്തരമായി രാജിവെക്കണം. മാത്യു ടി തോമസ് ആദ്യം രാജിവെക്കണം. രണ്ടുപേരും രാജിവെക്കണം. 2018 നടന്ന എത്ര പേരാണ് മരിച്ചത്, എത്ര പേരാണ് ദുരിതത്തിലായത്, എത്ര പേരുടെ വെള്ളം കയറിയത്, എന്തെല്ലാം നശിച്ചു. എത്രയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ ഒരു നിയോജകമണ്ഡലത്തിൽ ഒന്നാണ് എന്റെ പറവൂർ. ഇതിനൊക്കെ ആര് കണക്ക് പറയും? അതിൽ മറ്റൊരു മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് വേറെ മന്ത്രി പറയാണ്. ഒരേ പാർട്ടിയിലെ 2 മന്ത്രിമാരാണ് കുറിച്ചാണ് മറ്റേ മന്ത്രി ആക്ഷേപം ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് കൃഷ്ണൻകുട്ടിയുടെ ആരോപണം. ഇവര് രാജിവെക്കണം. ചെന്നൈ IIT കേന്ദ്ര ജല കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ മഴ കാരണമാണ് പ്രളയം ഉണ്ടായെന്നാണ്. അപ്പൊ അതിനെ താങ്കൾ തള്ളി പറയുകയാണ്? അല്ലല്ല, അതിശക്തമായ മഴ വരുമ്പോഴുള്ള ഡാം മാനേജ്മെന്റ് ഡാം മാനേജ്മെന്റ് പലരെയും സഹായിക്കാൻ വേണ്ടി സൌകര്യത്തിലാണ് ഡാം മാനേജ്മെന്റ്. മഴ പെയ്യുമ്പോൾ ഡാം മാനേജ്മെന്റ് ചെയ്യണം. മഴ പെയ്യുമ്പോൾ അതായത് ഇൻഫ്ലോ ഡാമിന്റെ അകത്ത്, ഞാൻ ഡാം മാനേജ്മെന്റ് പഠിച്ച ആളാണ്, അതുകൊണ്ട് പറയാം, താങ്കൾ നല്ല ചോദ്യം ചോദിച്ചത്. ഡാമിനകത്തേക്കുള്ള വെള്ളത്തിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കണക്കാക്കണം. മഴ പെയ്യാനുള്ള സാധ്യത കണക്കാക്കണം. താഴേക്ക് വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ നിരപ്പ് അളക്കണം. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഡാം എപ്പോൾ തുറക്കണം, ഏത് സമയത്ത് അടക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ മഴ ശക്തിയായിട്ട് ഈ കാച്ച്മെന്റ് ഏരിയയിൽ മഴ പെയ്യുന്നത് കൂടി കണക്കാക്കി ആ പ്രഡിക്ഷൻ കൂടി കണക്കാക്കിയാണ് ഡാം മാനേജ്മെന്റ്. ഈ ഡാം മാനേജ്മെന്റ് പലരെയും സഹായിക്കുന്നതിന് വേണ്ടി അത് അട്ടിമറിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം
ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അന്നത്തെ മന്ത്രിക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെങ്ങനെ ഗൗരവമില്ലായിരിക്കണം? അല്ലല്ല, ഇത് ഇവര് പറഞ്ഞതാണ്, കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഒരു മന്ത്രിയാണ് ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങള് CPM-ന്റെ മാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന കൃഷ്ണൻകുട്ടിയെ നിങ്ങൾ തള്ളിപ്പറയാണ്. ഞാൻ കൃഷ്ണൻകുട്ടി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യമാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. അത് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദമല്ല. അതെ, അല്ലല്ല, കൃഷ്ണൻകുട്ടി പറഞ്ഞാണുള്ളത്. ഈ കാര്യം കൃഷ്ണൻകുട്ടി പറഞ്ഞതല്ല എന്ന് തെളിയിക്കണ്ടേ? ഇത് ഉണ്ടാക്കിയതാണ് കൃഷ്ണൻകുട്ടിയുടെ. ഞാനിത് നേരത്തെ കേട്ടാണ്. പക്ഷെ ഇതെന്നെ കേൾപ്പിച്ച ആളെ എനിക്ക് തന്നില്ല ശബ്ദരേഖ. ഞാൻ നേരത്തെ കേട്ട ആളാണ്. എന്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ആരോപണം ഉന്നയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്യു കൊള്ളാടിന്റെ ആ ശബ്ദരേഖ കിട്ടിയതുകൊണ്ടാണ്. വളരെ മുമ്പ് ഈ ശബ്ദരേഖ കിട്ടിയതാണ്. ഞാൻ കേട്ടതാണ് ഈ ശബ്ദരേഖ. പക്ഷെ ശബ്ദരേഖ സൂക്ഷിച്ചു വെച്ചാൽ എന്റെ കയ്യിൽ തന്നില്ല. ഞാൻ കേട്ടാണ് ശബ്ദരേഖ മുഴുവൻ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ കേട്ടില്ലല്ലോ. നേരത്തെ മുഴുവൻ കേട്ടാണ് ശബ്ദരേഖ. ഇത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നുണ പറഞ്ഞ കൃഷ്ണൻകുട്ടിയും ആരോപണ വിധേയനായ മാത്യു ടി തോമസും അത് പറയണം. മാത്യു ടി തോമസ് ഇപ്പൊ മന്ത്രിയല്ല, പക്ഷെ അദ്ദേഹം ഉത്തരവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട എന്ത് LDF ആണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാം കുറെ മാധ്യമങ്ങൾ, എല്ലാവരും അല്ല കേട്ടോ, നിങ്ങളെല്ലാവരും കൂടി എടുക്കരുത്. എന്തായിരുന്നു UDF-ൽ അന്തചിത്രം, കോൺഗ്രസിൽ ഭയങ്കര കുഴപ്പം, ഇതെല്ലാം പറഞ്ഞ് വാർത്തകളുണ്ടാക്കി. UDF ഒരവസരവും ഇല്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിന് പ്രവർത്തിക്കുന്നു. ഇപ്പൊ എവിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ തിരശീല വീഴാൻ പോകുമ്പോൾ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ചോദിക്കുന്നു, എവിടെയാണ് പ്രശ്നം? പ്രശ്നം മുഴുവൻ, റിബൽ ശല്യം മുഴുവൻ CPM-ലാണ്. എത്ര റിബൽ സ്ഥാനാർത്ഥികളാണ്? പാർട്ടി വിട്ടുപോകുന്ന എത്ര പേരാണ് കേരളത്തിൽ മത്സരിക്കുന്നത്? കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ആലപ്പുഴയിൽ മുൻ മന്ത്രി മത്സരിക്കുന്നു, മുൻ MLA ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു, മുൻ മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി മലമ്പുഴയിൽ മത്സരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ മുഖ്യമന്ത്രിയെയും CPM നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് 2 മുതിർന്ന CPM നേതാക്കൾ മത്സരിക്കുന്നു. എവിടെയാണ് കുഴപ്പം? കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ പുറകെ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നടന്നവരോട് ഞാൻ ചോദിക്കുന്നു, തെരഞ്ഞെടുപ്പിന്റെ തിരശീല വീഴാൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അന്തഛിദ്രം. CPM-ൽ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരായി, കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതിനെതിരായി, ഈ പാർട്ടിയുടെ നയങ്ങൾക്കെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത്. ഇത് പുറത്തു വന്നതാണ്. അകത്ത് നടക്കുന്നത് ഇതിനേക്കാൾ വലുതാണ്. മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഈ റിബലുകൾ മത്സരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ അണിയറയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്കറിയാം. ഞാൻ കൃത്യമായ അറിവോടുകൂടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഈ അന്തഛിദ്രം നടക്കുന്നത് CPM ആണ്. CPM ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശിഥിലമായി പോകും, ഒരു സംശയവും വേണ്ട. അല്ലാതെ സർവേകള് തട്ടിക്കൂട്ടിയ സർവേകളും പെയ്ഡ് സർവേകളുമാണ് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത്. ആ സർവേകളുടെ പഴയ പാർലമെന്റിലെ ഞാൻ എടുത്തു കാണിച്ചു തരാം. ഈ പറയുന്ന ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അതിൽ വലിയൊരു സർവേ ഒപ്പത്തിനൊപ്പം ആണ്, ചെറിയ എഡ്ജ് LDF-നാണെന്ന് പറഞ്ഞ ആ സർവേക്കാര് പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത് കെ സുധാകരൻ തോക്കുമെന്ന്. കെ സുധാകരൻ 1 ലക്ഷം വോട്ടിനെ ജയിച്ചത്. അവര് പറഞ്ഞത് ശൈലജ ടീച്ചർ ജയിക്കും, ഷാഫി പറമ്പിൽ തോക്കുമെന്നാണ്. ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. അവര് പറഞ്ഞത് ശ്രീകണ്ഠൻ പാലക്കാട് 3ാം സ്ഥാനത്ത് പോകുന്ന 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ശ്രീകണ്ഠൻ പാർലമെന്റിലിരിക്കുക. 2019 അതേ ചാനൽ ഒരു സർവേ നടത്തിയിട്ട് എറണാകുളത്ത് ഹൈബി ഈഡനെ P രാജീവ് തോപ്പിക്കുമെന്ന് പറഞ്ഞു. 2019 ഹൈബി ഈഡൻ P രാജീവിനെ തോപ്പിച്ചത് 1,60,000 വോട്ടിനാ. മനസ്സിലായ? ഈ തട്ടിക്കൂട്ടിയ സർവേയും പെയ്ഡ് സർവേയും വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ സർവേയാണ്. 5 നാഷണൽ സർവേയിൽ 85 മുതൽ 90 സീറ്റ് വരെയാണ് UDF-ന് പറഞ്ഞിരിക്കുന്നത്, ഉറച്ച സീറ്റുകൾ. ബാക്കി 15 സീറ്റുകൾ ടൈറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDF തരംഗമാണ്. ആ ടൈറ്റായ സീറ്റുകളും കൂടി നേടിയെടുത്ത് ഞങ്ങൾ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അതാണ് ജനങ്ങളുടെ സർവേ. അതാണ് എന്ത് ഹീനമായ പരിപാടിയും CPM ചെയ്യും. ഹീനമായ എന്ത് ഏർപ്പാട് ചെയ്യും. കള്ളക്കത്താണ് ഞങ്ങൾ DGP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലെന്നേ
DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാണ്. കെ സുധാകരനെ പോലത്തെ ഒരാളെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സമയത്ത് പോയി അദ്ദേഹത്തെ ഇന്റർവ്യൂ നടത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാൻ കുത്തി ചോദിക്കുന്നത് ഹീനമായ മാധ്യമപ്രവർത്തനമാണ്. ഹീനമായ മാധ്യമപ്രവർത്തനം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ പോയി കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് ആവശ്യമില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നത് ഹീനമായ മാധ്യമപ്രവർത്തനമാണ്. ഒരു മാധ്യമപ്രവർത്തകനും യോജിക്കാത്ത പരിപാടിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് ഞാനും KPCC പ്രസിഡന്റ് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത കത്താണെന്ന് പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് തെളിയിക്കട്ടെ. ഞങ്ങൾ എന്തിനാ കത്ത് കൊടുക്കണേ? ഞങ്ങൾ KPCC പ്രസിഡന്റ് മറ്റേ AICC പ്രസിഡന്റിനെയും ഇതൊക്കെ വെറുതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും അല്ല. അദ്ദേഹം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നശിച്ചോണെന്ന് പ്രാർത്ഥിക്കാന്നല്ലല്ലോ പറഞ്ഞത്. എനിക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ. കേൾക്ക്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി. VD സതീശൻ വനവാസത്തിന് പോവാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാ അതിനു വേണ്ടി അത് പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് വിളിച്ച് ചൂടായ ആളാ ഞാനിത് പറഞ്ഞപ്പോ. കാരണം നീ അങ്ങനെ വൈകാരികമായിട്ട് പറയരുത്, നിന്നെ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടാണ്, നീ അങ്ങനെ ഒരിക്കലും പറയരുത്, അങ്ങനെ രാഷ്ട്രീയത്തിൽ പറയരുത്, വൈകാരികമായിട്ട് പറയരുത് എന്നെ ഉപദേശിച്ച എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. നിങ്ങൾ പോയി ഈ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നടത്തുന്ന ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുന്നു. ഹീനമായ, നാണം കെട്ട, മനുഷ്യത്വരഹിതമായ മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവസാനിപ്പിക്കണം. അത് മനസ്സിലാക്കിയാൽ മതി. അത്രയും മനസ്സിലാക്കിയാൽ മതി. നീ വേറെ ചോദ്യങ്ങൾ ചോദിച്ചോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമല്ലോ. ഞാനിത് രേവന്ത് റെഡ്ഡിയായിട്ട് എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ മാനിഫെസ്റ്റോടെ വെച്ച് സംസാരിക്കുന്നത്. പിണറായി വിജയനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് ഞാൻ അഡ്വൈസ് ചെയ്തേനെ. കാരണം വെച്ചാൽ അദ്ദേഹത്തോട് സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൾ പറയുന്ന ആളാണ്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച് TP ചന്ദ്രശേഖരൻ 52 വെട്ടുവെട്ടി കൊന്ന ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ചും മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോടൊന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറഞ്ഞത് തിരിച്ച് നിങ്ങൾ ഭൂമി കേൾക്കാത്ത ഭാഷ വരും, തമാശ ഒന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. അതാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തില് ഒന്നും കൂടി തെറ്റിയ ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ, കേരളത്തിൽ എന്തൊരു നാണക്കേടായാലും രാജ്യം മുഴുവൻ ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. അതൊക്കെ ഞങ്ങൾ സൗകര്യമുള്ളപ്പോ ചെയ്തോളാം. പിന്നെ ഇല്ലില്ല, അതൊക്കെ ഞങ്ങൾ വേറെ ഏതെങ്കിലും വാർത്തകളുണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലില്ല. വേറെ ഏതെങ്കിലും വാർത്തകളുണ്ടോ? 2020 അവർ BJP ഭാഗത്തോട് ചേർന്നതോടുകൂടി അവരുടെ 75% പ്രവർത്തകരും തിരിച്ചു കോൺഗ്രസിൽ ചേർന്നു. അവര് ശുഷ്കമായവര്. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അവര് ഇടുക്കിയിലെ ജനങ്ങളെ പീഡിപ്പിക്കാൻ ഈ LDFന്റെ മാനിഫെസ്റ്റോ നടപ്പാക്കിയ ഇടുക്കി, കോട്ടയം ജില്ലയുടെ കുറെ ഭാഗങ്ങൾ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പാവപ്പെട്ട കുടിയേറ്റക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും. 10,000 ആളുകൾ. ഇവരൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയതാണ്. ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പും മാനിഫെസ്റ്റോ കണ്ട. ബഫർ സോണിനെതിരായി സമരം ചെയ്തതാണ്. ഇപ്പൊ അത് നാഷണൽ പാർക്കിന്റെയും വന്യജീവി സങ്കേതത്തിന്റെ അടുത്ത് മാത്രമേ ഉണ്ടായുള്ളൂ ഈ ബഫർ സോൺ. LDF മാനിഫെസ്റ്റോ അനുസരിച്ച് എല്ലാ വനങ്ങളുടെ അടുത്തും ബഫർ സോൺ വെച്ചേക്കുക. ബഫർ സോണിന്റെ ഇപ്പുറത്ത് മാനിപ്പുലേഷൻ സോൺ. ബഫർ സോൺ കൂടാതെ, മനസ്സിലായില്ലേ? പിന്നെ ഒരു വർഷത്തിനകം ഏകവിള തോട്ടങ്ങളെല്ലാം വനഭൂമിയാക്കി പ്രഖ്യാപിക്കുമെന്നാണ് കർഷകർക്കെതിരായ, മലയോരത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള മാനിഫെസ്റ്റോണ് LDF പ്രഖ്യാപിച്ചത്. ശുദ്ധ അബദ്ധങ്ങളാണ് ഇവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വച്ചിരിക്കുന്നത്. പണം ഞങ്ങൾ പറഞ്ഞല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ഞങ്ങൾ മെച്ചപ്പെടുത്തും. മികച്ച ഫിനാൻസ് മാനേജ്മെന്റ് കൊണ്ട്, ആസൂത്രിതമായ നികുതി ഭരണം കൊണ്ട്, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാനുള്ള കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളം
കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കൺസ്യൂമർ പോയിന്റിലാണ് GSTയുടെ ടാക്സ്. 5 കൊല്ലമായിട്ട് ഞാൻ നിയമസഭയിൽ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് GSTക്ക് അനുരോധമായി ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പുനഃസംഘടിപ്പിക്കണമെന്ന്. കേരളത്തിൽ ഇത് ഇപ്പോഴും വാറ്റാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 കൊല്ലത്തിനകം GSTയിൽ 30 മുതൽ 35% വരെ നികുതി വരുമാനം ഞങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. UDF അല്ലെന്നേ, നികുതി വർദ്ധിക്കല്ല, നികുതി വരുമാനം വർദ്ധിക്കുമെന്ന്, നികുതി പിരിക്കുന്നില്ല കേട്ടോ. പറഞ്ഞുതരാം. അതായത് 5 കൊല്ലം കൊണ്ട് IGSTയിൽ 25,000 കോടി രൂപ ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ അസംബ്ലിയിൽ ആരോപണം ഉന്നയിച്ചു. ധനകാര്യമന്ത്രി പറഞ്ഞ് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, അറിയാലോ, ഫിനാൻഷ്യൽ സ്റ്റഡീസ്, അവരെ റിപ്പോർട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞതുപോലെ 25,000 കോടി നടപടിക്രമങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് സെൻട്രൽ പൂളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ഗവൺമെന്റാണിത്. മനസ്സിലായേ? ടാക്സ് കൂട്ടിയിട്ടല്ല മേടിക്കുന്നത്, ടാക്സ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കൺസ്യൂമർ പോയിന്റിൽ ഈ കേരളമായിരുന്നതിന് ഏറ്റവും വലിയ ബെനിഫിഷ്യറി. ആ ടാക്സ് കൂട്ടിയിട്ടല്ല. ടാക്സ് കൂട്ടാൻ പറ്റുമോ? അതൊരു ഒരു അജ്ഞത ഉള്ള ഒരു ചോദ്യമാണ്. കാരണം GST കൂട്ടാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റുമോ? ചെറിയൊരു മണ്ടത്തിനുണ്ട് അതിന്റെ അകത്ത്. ആ ചോദ്യത്തിൽ കൈരളി അല്ലെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ടാക്സ് വർദ്ധിപ്പിച്ചിട്ടാണോ GST കൂട്ടാനുള്ള എന്തെങ്കിലും അധികാരം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടോ? അപ്പൊ ഒരു ചെറിയൊരു മണ്ടത്തിൽ ആ ചോദ്യത്തിലുണ്ട്. പറഞ്ഞു, നികുതി വർദ്ധിപ്പിക്കുന്നില്ല, നികുതി വരുമാനം വർദ്ധിക്കുന്ന GST. നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിന്റെ 3 രക്തസാക്ഷികളാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന്റെ. 1 ആന്തൂരിലെ സാജൻ, 2 പുനലൂരിലെ സുഗതൻ, ഇന്ന് വൈക്കത്ത് CPI ഓഫീസിൽ മരിച്ച ആത്മഹത്യ ചെയ്ത സുഗതൻ, അദ്ദേഹവും സംരംഭകരായത്. 3 സംരംഭകർക്ക് കേരളത്തിൽ പിണറായി വിജയന്റെ കാലത്തുണ്ടായ അനുഭവമാണ്. ആ ആന്തൂരിലെ സാജന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആള് അവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയാണ്. പുനലൂരിലെ സുഗതൻ മരിക്കാനിടയായത് ഈ ഗവൺമെന്റും സാഹചര്യങ്ങളുമാണ്. ഇന്നിപ്പോ CPI ഓഫീസിലെ ആള് മരിച്ചത്, ആത്മഹത്യ ചെയ്തത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലെ കേരളത്തിലെ 3 സംരംഭകരായ രക്തസാക്ഷികളാണ്. അതുകൂടി മനസ്സിലായി. എവിടെ ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അവരുമായിട്ട് മത്സരം നടക്കുന്ന മണ്ഡലം പാലക്കാടാണ്. ഞങ്ങളും BJP-യുമായിട്ട് നേരിട്ട് മത്സരം നടക്കുന്നത്. പിന്നെയുള്ളത് 2 സ്ഥലത്തേക്ക് ഞങ്ങൾ നേരത്തെ 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ 2-ാം സ്ഥാനത്തേക്കും 1-ാം സ്ഥാനത്തേക്കും വരും. അത് നേമത്തും വരും, കഴക്കൂട്ടത്തും വരും. ഒരു അട്ടിമറി ഉണ്ടാവില്ല. തൃശ്ശൂർ ഒറ്റ സീറ്റ് BJP-ക്ക് കിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം CPM-ന്റെ പിന്തുണയോടുകൂടിയാണ് പാർലമെന്റ് ജയിച്ചത്. ഒന്നും ഉണ്ടാവില്ല.